ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് USS 2024 ചോദിച്ച മലയാളത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. അപ്പം ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഒരു മോഡലായിരിക്കും ഇത്. അതുപോലെ തന്നെ എക്സാം എഴുതിയവർക്ക് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കിട്ടാനും ഇത് ഉപകാരപ്രദമാവും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം BT, അതായത് പാർട്ട് 2 മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. തന്നിട്ടുള്ള 15 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 10 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഇത് മലയാളത്തിൻ്റെ 15 ചോദ്യങ്ങളിൽ 10 ശരിയ ഉത്തരമായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന കവിതാഭാഗം വായിച്ച് ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കവിതയൊന്ന് വായിക്കുകയാണ്. പടവിൽ ഒറ്റയ്ക്കു ഞാൻ എൻ്റെ കൂട്ടിനായി, പുഴയിവൾ എന്നും എൻ്റെയാണീ പുഴ, അകലെയോർമ്മ തൻ നീലശൈലത്തിനും പിറകിൽ നിന്നാദ്യം ഊറുന്നതീ നദി, ജ്വലിത പാപം എന്നാത്മാവിൽ നിന്നുതൻ ജലകരങ്ങളാൽ ഏറ്റുവാങ്ങുന്നവൾ, കരപുടത്തിൻ ഞാൻ കോരിയാലമ്മതൻ കരുണയായി കനിഞ്ഞു പോകുന്നവൾ, കണികയായെൻ്റെ ഉള്ളിലൂർന്നായിരം കവിതയായി പടർന്നു പൂക്കുന്നവൾ, നിമിഷനേരത്തെ നീർപ്പോളയാമെനിക്കമൃതകാല പ്രവാഹമാകുന്നവൾ, തരിമണൽ താളിലോളം കുറിച്ചതും കരവിഴുങ്ങി കതിർത്തു ഗർജിച്ചതും ഒരു പ്രപഞ്ചപ്പിറപ്പിൻ്റെ നാദം, ഈ ചെറുകണത്തിലും ആ സ്വരം കേട്ടു ഞാൻ. നെയ്യാറ് എന്ന വി മധുസൂദനൻ നായരുടെ കവിതയാണിത്. ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ, ആത്മാവിലെ പാപം എങ്ങനെയാണ് പുഴ ഏറ്റുവാങ്ങുന്നത്? ഓപ്ഷൻ എ കരുണയാൽ, ബി ജലകരങ്ങളാൽ, സി കണികയാൽ, ഡി കവിതയാൽ. കറക്റ്റ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ജലകരങ്ങളാൽ എന്നുള്ളതാണ്. 17ാമത്തെ ചോദ്യം, കവിയുടെ കൂട്ടിനായിട്ട് ആരാണുള്ളത്? എ കവിത, ബി അമ്മ, സി പുഴ, ഡി നീലശൈലം. കറക്റ്റ് ആൻസർ സി പുഴ. 18ാമത്തെ ചോദ്യം, നിമിഷ നേരത്തെ നീർപ്പോള എന്ന പ്രയോഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ജലം പോലെ തണുത്തത്, ഓപ്ഷൻ ബി പോള പോലെ ഉരുണ്ടത്, ഓപ്ഷൻ സി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്, ഓപ്ഷൻ ഡി ആകൃതി ഇല്ലാത്തത്. കറക്റ്റ് ആൻസർ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. 10ാമത്തെ ചോദ്യം, ഒരു ചെറു കണത്തിലും കവി കേട്ടതെന്ത്? ഓപ്ഷൻ എ അമൃതകാലപ്രവാഹം, ഓപ്ഷൻ ബി നീർപ്പോളയുടെ ശബ്ദം, ഓപ്ഷൻ സി തരിമണലിൻ്റെ മർമ്മരം, ഓപ്ഷൻ ഡി ഒരു പ്രപഞ്ചപ്പിറപ്പിൻ്റെ നാദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഒരു പ്രപഞ്ചപ്പിറപ്പിൻ്റെ നാദം എന്നുള്ളതാണ്. 20ാമത്തെ ചോദ്യം, കാനായി കുഞ്ഞിരാമൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട കലാകാരനാണ്? ഓപ്ഷൻ എ കഥകളി, ഓപ്ഷൻ ബി ശില്പകല, ഓപ്ഷൻ സി സാഹിത്യം, ഓപ്ഷൻ ഡി സിനിമ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ശില്പകല. സോ 22ാമത്തെ ചോദ്യം, അങ്കവും കാണാം താളിയും ഒടിക്കാം എന്ന പഴഞ്ചൊല്ലിന് സമാനാർത്ഥം വരുന്ന മറ്റൊരു ചൊല്ല് കണ്ടെത്തുക. ഓപ്ഷൻ എ അങ്കം വെട്ടിയെ നാടു പിടിക്കൂ, ഓപ്ഷൻ ബി ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവണം, ഓപ്ഷൻ സി ഒരു വെടിക്ക് 2 പക്ഷി, ഓപ്ഷൻ ഡി കാലത്തെ പോയാൽ നേരത്തെ പോരാ. കറക്റ്റ് ആൻസർ ഒരു വെടിക്ക് 2 പക്ഷി. 23ാമത്തെ ചോദ്യം, ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ എ സുഗതകുമാരി, ഓപ്ഷൻ ബി ONV കുറുപ്പ്, ഓപ്ഷൻ സി വീരാൻകുട്ടി, ഓപ്ഷൻ ഡി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. 24ാമത്തെ ചോദ്യം, 2023 ഓസ്കാർ ചലച്ചിത്ര അവാർഡിന് ഇന്ത്യൻ എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ്? ഓപ്ഷൻ എ നൻപകൽ നേരത്ത് മയക്കം, ഓപ്ഷൻ ബി പൊന്നിയിൽ സെൽവൻ, ഓപ്ഷൻ സി കാതൽ ദ കോർ, ഓപ്ഷൻ ഡി 2018 എവരിവൺ ഈസ് എ ഹീറോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 2018 എവരിവൺ ഈസ് എ ഹീറോ. 25th ക്വസ്റ്റ്യൻ, കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിച്ച എഴുത്തുകാരനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ എ സക്കറിയ, ഓപ്ഷൻ ബി പി വത്സല, ഓപ്ഷൻ സി സേതു, ഓപ്ഷൻ ഡി ഡോക്ടർ SK വസന്തൻ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഡോക്ടർ SK വസന്തൻ. സോ 26th ക്വസ്റ്റ്യൻ, ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ ആലപിച്ചുകൊണ്ട് ചലച്ചിത്ര ഗാനരംഗത്ത് പ്രവേശിച്ച ഈ ഗായകൻ
വിവിധ ഭാഷകളിലായി 50,000-ലേറെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ആരാണ് ഇദ്ദേഹം? ഓപ്ഷൻ എ പി ജയചന്ദ്രൻ, ഓപ്ഷൻ ബി SP ബാലസുബ്രഹ്മണ്യം, ഓപ്ഷൻ സി KJ യേശുദാസ്, ഓപ്ഷൻ ഡി മുഹമ്മദ് റാഫി. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി KJ യേശുദാസ്. 27ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് എഴുത്തുകാരനെ കണ്ടെത്താമോ? ഒന്നാമത്തെ സൂചന കഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെടുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ പയ്യന്നൂരിലെ അന്നൂരിൽ ജനിച്ചു. മൂന്നാമത്തെ സൂചന ആയുസിൻ്റെ പുസ്തകം, കണ്ണാടിക്കടൽ, ഭൂമിയെപ്പറ്റി അധികം പറയേണ്ട, മഞ്ഞു പ്രതിമ, മേച്ചിൽപ്പുറങ്ങൾ തുടങ്ങിയ കൃതികൾ രചിച്ചു. അടുത്ത സൂചകം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ വരുന്നത് CV ബാലകൃഷ്ണൻ. ഓപ്ഷൻ എ CV ബാലകൃഷ്ണനാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. 8ാമത്തെ ചോദ്യം, ജലമേന്തി ഓടിക്കിതച്ച മേഘം മലയിൽ തടഞ്ഞു കമിഴ്ന്നു വീണു എന്നതിൽ നിന്ന് വ്യക്തമാകുന്ന ആശയം എന്താണ്? ഓപ്ഷൻ എ മേഘം മലയെ തടഞ്ഞു നിർത്തി, ഓപ്ഷൻ ബി മേഘങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും, ഓപ്ഷൻ സി ആകാശത്ത് മേഘങ്ങൾ നിറഞ്ഞു, ഓപ്ഷൻ ഡി മഴ പെയ്യാൻ തുടങ്ങി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മഴ പെയ്യാൻ തുടങ്ങി. 29ാമത്തെ ചോദ്യം, പിന്നീട് അവളുടെ നടത്തത്തിൻ്റെ വേഗം കൂടുകയും ഒടുവിൽ അവൾ ഓടി ഇരുളിൽ മറയുകയും ചെയ്തു. ടി പത്മനാഭൻ്റെ അശ്വതി എന്ന കഥയിലെ നായികയായ അശ്വതിക്ക് മിഠായി ലഭിച്ചതിനു ശേഷമുള്ള ഈ പ്രതികരണം സൂചിപ്പിക്കുന്ന അശ്വതിയുടെ മാനസിക നില എന്താണ്? ദുഃഖം, സന്തോഷാധിക്യം, അഭിമാനം, ശാന്തത. കറക്റ്റ് ആൻസർ വരുന്നത് സന്തോഷാധിക്യം. ലാസ്റ്റ് ചോദ്യം, 30ാമത്തെ ചോദ്യം, മരപ്പൊടി, മരത്തിൻ്റെ പൊടി സമാനമായ വിധത്തിൽ വിഗ്രഹിക്കാനാവുന്ന വാക്ക് കണ്ടെത്തുക. ഓപ്ഷൻ എ മഞ്ഞക്കിളി, ഓപ്ഷൻ ബി ശരീര സൗന്ദര്യം, ഓപ്ഷൻ സി 4-5, ഓപ്ഷൻ ഡി ഗുരുദേവൻ. ഇതിൽ കറക്റ്റ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ശരീര സൗന്ദര്യം എന്നുള്ളതാണ്. അപ്പം വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്